കൊന്നിച്ചിവ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സ്ട്രോക്കുമേക്ക്. നമ്മൾ ഇന്ന് വൺ പീസിന്റെ ഏറ്റവും പുതിയ ചാപ്റ്റർ ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് ചാപ്റ്റർ 1127 കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മുടെ നാമി എണീക്കാൻ നേരത്ത് പുള്ളിക്കാരി ഒരു ലെഗോടെ കൊട്ടാരത്തിലായിരുന്നു. ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കിയാലോ. അതിനു മുമ്പ് വൺ പീസിന്റെ ഡീമൺ സ്ലെയറിന്റെ പ്ലേലിസ്റ്റ്, അതായത് മാങ്ക എക്സ്പ്ലെയിൻ ചെയ്യുന്ന പ്ലേലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുത്തേക്കാൻ, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. സോ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് നമ്മുടെ എൽബഫിന്റെ കാടിന്റെ അകത്ത് ഒരു തീപിടുത്തം. അപ്പൊ നാട്ടിൽ നിന്ന് കുറച്ചധികം ജയൻസ് നോക്കുന്നുണ്ട്. അവർ നോക്കാൻ നേരത്ത് ഒരു പ്രത്യേകതരം സ്മെല്ലും വരുന്നുണ്ട്. കാടിന്റെ നടക്കുന്ന കുറെ അധികം തീയും വരുന്നുണ്ട്. സോ ഇത് നടക്കുന്ന കാട്ടിലാണെങ്കിൽ ഇത് നാട്ടിലേക്ക് അങ്ങനെ പടർന്ന് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കത്ത് നശിക്കും. സോ ഇതെന്താണെന്ന് നോക്കാൻ വേണ്ടി രണ്ട് ജയൻസ് അങ്ങോട്ട് പോകുന്നുണ്ട്. അവർ പോകുന്നിടത്താണ് രണ്ട് വലിയ തേനീച്ചകൾ ചത്ത് താഴെ കിടക്കുന്നത്. ഈ ജയൻസ് ആലോചിക്കുന്നുണ്ട്, ഇതുങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത് എന്നാ പറ്റി, കാരണം ചുമ്മാ ഒന്നും താഴത്തേക്ക് വീഴുന്നില്ല, കാരണം അത്രക്ക് വലിയ തേനീച്ചകളാണ് രണ്ടെണ്ണവും. അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന റൂമേഴ്സ് എന്നാന്ന് വെച്ചാൽ നേരത്തെ ഒരു പൊട്ടിത്തെറി കേട്ടില്ലേ, അതൊരു തീയൊക്കെ വന്നില്ലേ കാട്ടിന്ന്, അത് ജയന്റ് ഇയർ കൊളാപ്സ് ചെയ്തുകൊണ്ടാണ്. ഈ ജയന്റ് ഇയർ എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ റാബിറ്റ് ഇല്ലേ അതിനെയാണ്. കൂടെ നിൽക്കുന്ന ജയന്റ് അപ്പൊ തന്നെ ചോദിക്കുന്നുള്ളൂ, അത്രയും വലിയ സാധനം ചാകാനായിട്ട് അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുള്ളത്. പിന്നെ കാണിക്കുന്നത് ബിഗ് സ്റ്റെയിൻ കാസിലാണ്. അതായത് നേരത്തെ നമ്മൾ കണ്ട ആ ലെഗോ കാസിൽ ഇല്ലേ, അത് തന്നെ. അതിന്റെ പുറം വശമാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇതിന്റെ അകത്ത് വെച്ച് നമ്മുടെ നാമിനെ ഒരു തേനീച്ച അറ്റാക്ക് ചെയ്യാൻ വന്നിരുന്നു. നാമി നൈസായിട്ട് നമ്മുടെ സ്യൂസിനെ വെച്ച് അതിനെ അങ്ങോട്ട് കൊന്നു. പുള്ളിക്കാരി കിടന്ന് കരയുവാണെന്നിട്ട് ലൂഫി, സോറോ, സാഞ്ചി ആരെങ്കിലും ഒന്ന് എന്നെ ഒന്ന് രക്ഷിക്കുക, ഉസോപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, എന്നെ ഒന്ന് രക്ഷിച്ചാൽ മതി. നാമി അപ്പൊ നോക്കാൻ നേരത്ത് പുള്ളിക്കാരെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് ഒരു ഐഡിയ ഇല്ല എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് പുള്ളിക്കാരി ഡ്രസ്സ് മാറിയത്, ഒരു ഐഡിയ ഇല്ല. പുള്ളിക്കാരി കിടന്ന് കാറുന്നേ ഉള്ളൂ. അങ്ങനെ എവിടെയോ നിന്ന് നമ്മുടെ ഉസോപ്പ് നാമിനെ വിളിക്കും. സോ ഉസോപ്പിന്റെ സൗണ്ട് നേരെ ഓടാൻ നേരത്ത് നാമി ആ ലെഗോ ബ്രിക്സിൽ അതിൽ തട്ടി താഴെ വീഴും. ആ സമയം തന്നെ തന്റെ ഓപ്പോസിറ്റ് നിന്ന് ഒരു ചെറിയൊരു കരടിനെ പോലത്തെ ഒരു സാധനം നേരെ വരും. നാമി ഇതിനെ കണ്ട് പേടിക്കുന്നുണ്ട്, കാരണം ഇത് ഭയങ്കര വലിയ സൈസാണ്. പുള്ളിക്കാരി പേടിക്കുന്ന കണ്ട് ഈ കരടിയും തിരിച്ചു പേടിക്കുന്നുണ്ട്. അത് സത്യം പറഞ്ഞ ഒരു മുള്ളമ്പന്നിയായിരുന്നു. അത് അതിന്റെ തനി സ്വഭാവം പുറത്തിറക്കും. അതിന് ദേഷ്യം വന്നിട്ട് നമ്മുടെ നാമിനെ ഇട്ട് ഓടിക്കുന്നുണ്ട്. നാമി ഓടുവാണ്. ഉസോപ്പ് നീ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ബാൽക്കണിയുടെ സൈഡിൽ ഒന്ന് താഴത്തേക്ക് നോക്കുന്ന നേരത്ത് ഉസോപ്പ് ഒരു പൂച്ചയുടെ വായിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഉസോപ്പും കിട്ടുന്ന കാറിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ ഒന്ന് രക്ഷിക്കാനെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നാമി പറയും, നിനക്ക് പോലെ എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ ഇതൊന്നും ഒതുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാമി തന്റെ ഷ്യൂസിനെ വെച്ചുകൊണ്ട് നമ്മുടെ ആ മുള്ളമ്പന്നിയില്ല അതിലിട്ട് നല്ല ഷോക്ക് കൊടുക്കും. അങ്ങനെ മേളിൽ നിന്നുകൊണ്ട് ആ ബാൽക്കണി പൊട്ടിത്തെറിച്ചുകൊണ്ട് നാമിയും ഈ അതേപോലെ തന്നെ ഈ മുള്ളമ്പന്നിയും കൂടെ താഴത്തേക്ക് വീഴും. നാമി വന്ന് ഈ പൂച്ചയുടെ മേത്ത് കൊണ്ട് താഴത്തേക്ക് വീഴാൻ നേരത്ത് ഉസോപ്പും പൂച്ചയുടെ വായും തെറിച്ചു പോകുന്നുണ്ട്. അപ്പൊ തന്നെ നേരത്തെ വന്ന മുള്ളമ്പന്നിയില്ലേ ഷോക്ക് അടിച്ച, അത് ഈ പൂച്ചയുടെ മുഖത്തു നിന്ന് വീഴുകയും ഈ പൂച്ചക്കും അതേപോലെ ഈ മുള്ളമ്പന്നിക്കും നന്നായിട്ട് വീണ്ടും ഷോക്ക് അടിക്കുകയും ചെയ്യും. നാമി ഇതായിട്ട് പറയുന്നുണ്ട്, ഇതെനിക്ക് അത്ര നന്നായിട്ട് തോന്നുന്നില്ല, ഇത് നമുക്ക് കഴിഞ്ഞ പ്രശ്നമായിട്ട് മാറും. ഉസോപ്പ് അത് തന്നെയാണ് പറയുന്നത്, എന്റെ മനസ്സ് ഇതൊക്കെ തന്നെയാണ് പറയണത്. അങ്ങനെ നമ്മുടെ നാമിനെ ഉസോപ്പിനും കൂടെ ഈ പൂച്ചയിട്ട് ഓടിച്ചിട്ടിരിക്കുകയാണ്. നാമി ഇപ്പൊ ചോദിക്കുന്നുണ്ട്, ഉസോപ്പ് നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നമ്മൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന്. ആ ഉസോപ്പും പറയുന്നുണ്ട്, അവസാനമായിട്ട് എന്റെ ഓർമ്മ എന്നാന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും കൂടെ അവിടുന്ന് വെള്ളം അടിക്കാനായിരുന്നു, പിന്നെ കണ്ണു തുറക്കാൻ നേരത്ത് ഞാൻ നിന്റെ കൂടെ ഇവിടെ ഉണ്ട്. അപ്പൊ നാമി പറയും, നമ്മളാ സാധനം അടിച്ചില്ലേ, അപ്പൊ തന്നെ ജയന്റ് പറഞ്ഞായിരുന്നു ഇതിൽ ഹാലൂസിനേഷൻ വരാൻ ചാൻസ് ഉണ്ടോ, ചിലപ്പോൾ ഇതൊക്കെ ഹാലൂസിനേഷൻ ആണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു ഡെഡ് എൻഡിന്റെ അടുത്ത് വന്ന് നിൽക്കും. അപ്പത്തന്നെ നമ്മുടെ ഉസോപ്പ് പറയുന്നുണ്ട്, വളരെ വലിയ ചാൻസ് ആണ് ഇതൊക്കെ ഒരു ഹാലൂസിനേഷൻ ആകാനായിട്ട്, നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് ഉസോപ്പ് നേരെ തിരിഞ്ഞ് ഈ പൂച്ചയുടെ നേരെ അങ്ങോട്ട് പോകും. ഈ പൂച്ച വേറെ ഒന്നും അലക്കാതെ ഉസോപ്പിനെ കാരണം നോക്കി നല്ല കിഡിലൊരു വീക്കൂച്ച് കൊടുക്കും. അങ്ങനെ ഉസോപ്പ് നാമി ഈ പൂച്ചയും കൂടെ എല്ലാവരും കൂടെ തല കുത്തി നേരെ താഴത്തേക്ക് വീഴും. ഉസോപ്പിന്റെ ബോധവും പോകും. പക്ഷെ അവിടെ ഉണ്ടാകുന്ന ട്വിസ്റ്റ് എന്നു വെച്ചാൽ ഈ പൂച്ച വലിയൊരു സിംഹമായിട്ട് മാറിയിരിക്കുന്നു. ഉസോപ്പിനെ കിടന്ന് നാമെ വിളിക്കുന്നുണ്ട്, പക്ഷെ എവിടെ എണീക്കാൻ, പുള്ളിക്കാരനെ കിളിയൊക്കെ പോയി കിടക്കുകയാണ്. അങ്ങനെ ഈ സിംഹം ഇവരെ കടിക്കാൻ വേണ്ടി വരാൻ നിർത്തും. ഉസോപ്പിനെ അടുത്ത് മേലെ വെച്ചിട്ട് നാമി കിടന്ന് കരയാൻ നേരത്ത് പെട്ടെന്ന് നാമി സ്വാടുന്ന ഒരു സൗണ്ട് കേൾക്കും. നെക്സ്റ്റ് പാനലിൽ നമ്മുടെ സാഞ്ചിയും സോറയും ലൂഫിയും കൂടെ ഒരേ സമയം 3 ഡയറക്ഷനിൽ നിന്ന് വന്ന് ഈ പൂച്ചക്കിട്ട് നല്ല കയറി വെച്ച് കൊടുക്കും. അപ്പൊ തന്നെ ഇതിന്റെ ബോധം പോയി അതൊരു സാധാ പൂച്ചയായിട്ട് മാറും. ഒരു സൂപ്പർമാനൊക്കെ പോലെ കണ്ണിലൊരു സാധനം വെച്ചിട്ട് നമ്മുടെ സോറോ നിപ്പുണ്ട്. അപ്പൊ നമ്മുടെ ലൂഫിയും ചോദിക്കുന്നുണ്ട്, ഇതിനെ നമുക്ക് തിന്നു കഴിഞ്ഞാൽ എന്നായിരിക്കും ടേസ്റ്റ്. നേരത്തെ കഴിച്ചാൽ മുയലുണ്ടല്ലോ കിടിലെ സാധനമാണ് നമ്മുടെ ലൂഫി പറയുന്നുണ്ട്. നമ്മുടെ സാഞ്ചി നമ്മുടെ നാമി എടുത്തിട്ട് പോകുന്നത് നാമി പറയുന്നുണ്ട്, ഉസോപ്പ് മരിച്ചപ്പോൾ ഞാൻ ശരിക്കും അതിനെ പേടിച്ചെന്ന്. പക്ഷെ ഉസോപ്പ് മരിച്ചിട്ടൊന്നുമില്ല, പുള്ളിക്കാരൻ പുറകെ കിടന്ന് പറയുന്നുണ്ട്, ഞാൻ അവിടെ ചത്തിട്ടൊന്നുമില്ല, ഞാൻ എപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ലൂഫി ഇപ്പോൾ പറയുന്നുണ്ട്, ഇതിലും നല്ല കിടിലെ സാധനമൊക്കെ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്, തപ്പിക്കഴിഞ്ഞാൽ ഇതിലും വലിയ സാധനമൊക്കെ നമുക്ക് കിട്ടും, നല്ല വയറ് നിറച്ച് തിന്നാനുള്ള സാധനം. പക്ഷേ നമ്മുടെ സോറോ ഇപ്പോൾ പറയുന്നുണ്ട്, നമുക്ക് ആദ്യം കടലും കണ്ടുപിടിക്കാൻ, നമ്മുടെ കപ്പലും കണ്ടുപിടിക്കാൻ, എന്നിട്ട് നമ്മുടെ ക്രൂവിന്റെ സേഫ്റ്റി അത് ഉറപ്പുവരുത്താം. നമ്മുടെ സാഞ്ചി പറയുന്നുണ്ട്, നീയൊക്കെ കഴിക്കാനാണ് പോകുന്നത്, ഈ ഒരു കാര്യം മറക്കണ്ട, നേരത്തെ കണ്ട തേനീച്ച് കൂടില്ല അത് മറക്കണ്ട, കാരണം നല്ലത് ന്യൂട്രീഷൻസ് ഒക്കെ ഉള്ള ഒരു സാധനമാണ്. നമ്മുടെ നാമി ഒരു സൈഡിൽ നിന്ന് കിടന്ന് കരഞ്ഞുകൊണ്ട് കാണുന്നുണ്ട്, നീയൊക്കെ എന്ത് ഭ്രാന്തന്മാരാണ്, ആദ്യം നമ്മൾ എവിടെയാണെന്നെങ്കിലും ഒരു ഉറപ്പുണ്ട്, എന്നിട്ടാണ് ഈ കിടന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ ഇവിടെ അവസാനിക്കുന്നത്. അങ്ങനെ നമ്മുടെ ലൂഫി, സോറോ, സാഞ്ചി, ഉസോപ്പ് ആൻഡ് നാമി ഈ 5 പേരും എൽബഫിലേക്ക് കടന്നിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും കോസ്റ്റ്യൂമും മാറിയിട്ടുണ്ട്. അങ്ങനെ എൽബഫിലേക്ക് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് കടന്നിരിക്കുന്നു. ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ 2 ആഴ്ച വെയിറ്റ് ചെയ്യണം, കാരണം അടുത്ത ആഴ്ച എന്തായാലും ബ്രേക്ക് ആണ്. സോ ഇതുപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയുള്ള മാങ്ക റിലേറ്റഡ് വീഡിയോസ് ഒക്കെ മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ സബ് ചെയ്ത് വെച്ചേക്ക്.